കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെ പോലീസ് എത്തി. കാവേരി വിഷയത്തിൽ തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ നടത്തിയ പരാമർശത്തിലാണ് കേസ്. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച DMK പരിപാടിയിൽ വെച്ചാണ് വിജയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ഉദയനിധി അശ്ലീല പരാമർശം നടത്തിയത്. പ്രസംഗത്തിന് പിന്നാലെ TVK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉദയനിധിയെ വിമർശിച്ചു. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താൻ ഇന്ന് രാവിലെയാണ് TVK നേതാക്കൾ ആഹ്വാനം ചെയ്തത്. ഇതിന് പിന്നാലെ ഉദയനിധിക്കെതിരെ തഞ്ചാവൂർ പോലീസും ദേശീയ വനിതാ കമ്മീഷനിലും പരാതിയെത്തി. TVK വനിതാ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഭൈരവിയാണ് ദേശീയ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയത്. കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെന്നും അദ്ദേഹത്തിന് ആകെയുള്ള ജോലി DMKക്ക് എതിരെ കള്ളക്കേസെടുക്കുന്നതാണെന്നും ഉദയനിധി പറഞ്ഞപ്പോൾ പ്രവർത്തകർ തൃഷ എന്ന് കൂട്ടത്തോടെ വിളിച്ചതോടെ പ്രസംഗം നിർത്തിയ ശേഷം ഉദയനിധി നടത്തിയ പരാമർശമാണ് വിവാദമായത്. ദ്വയാർത്ഥ പ്രയോഗത്തിന് ഉദയനിധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും വിമർശനമുയർന്നു. അറപ്പുളവാക്കുന്ന പരാമർശമെന്നാണ് TVK MLA രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന പരാമർശമാണിത്. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. പരാമർശം അക്കൂട്ടരുടെ മനോഭാവവും രാഷ്ട്രീയ സംസ്കാരവും നിലവാര തകർച്ചയും വെളിപ്പെടുത്തുന്നു. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും തരംതാണ പ്രവൃത്തിയാണെന്ന് രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യണമെന്ന BJP മുഖ്യ വക്താവ് നാരായണൻ തിരുപ്പതി ആവശ്യപ്പെട്ടിരുന്നു. തഞ്ചാവൂരിൽ മുഖ്യമന്ത്രി വിജയെയും തൃഷയെയും കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം അറപ്പുളവാക്കുന്നതും അശ്ലീലവും മ്ലേച്ഛവും ലജ്ജാകരവുമാണ്. അമ്മയും ഭാര്യയും മകളുമുള്ള ഒരു വ്യക്തിയും ഇത്രയും നീചമായി സംസാരിക്കില്ല. ഇത്തരത്തിൽ സംസാരിക്കുന്നവരുടെ ഒരു അമ്മയും ഭാര്യയും മകളും ക്ഷമിക്കുകയുമില്ല. എന്നാൽ ദ്രാവിഡ മോഡൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പരസ്യമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കണ്ടു നിൽക്കുന്നു എന്നത് ലജ്ജാകരമാണെന്നും നാരായണൻ തിരുപ്പതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രസംഗത്തിൽ നടി തൃഷയുടെ പേര് പോലും ഉദയനിധി പരാമർശിച്ചിട്ടില്ലെന്നാണ് DMK IT വിങ്ങിന്റെ വിശദീകരണം. നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഈ വിവാദം കത്തി നിൽക്കുന്നത്. കാവേരി വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും നിയമസഭയിൽ നിന്ന് ഉദയനിധിയെ മാറ്റി നിർത്താനും TVK നടത്തുന്ന കൃത്രിമ നീക്കമാണിതെന്ന് മുൻ മന്ത്രി TRB രാജ ആരോപിച്ചു. അതിനാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തിയത്. സ്റ്റാലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് നരേന്ദ്ര നായർ പറഞ്ഞു. കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയതോടെ സ്റ്റാലിന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കാവേരി നദീജല തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായി തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു DMK നേതാവിന്റെ അധിക്ഷേപ പരാമർശം. കാവേരി നദീജല തർക്കം കൈകാര്യം ചെയ്ത രീതിയെ ഉദയനിധി സ്റ്റാലിൻ വിമർശിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളാണ് ശ്രദ്ധയെന്ന് ഉദയനിധി ആരോപിച്ചത് പ്രതിഷേധത്തിന് വഴിതെളിക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് ഉദയനിധി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. DMK പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിലാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെന്നായിരുന്നു ഉദയനിധിയുടെ വാക്കുകൾ. പിന്നാലെ വേദിക്ക് താഴെയുണ്ടായിരുന്ന DMK പ്രവർത്തകരാണ് തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞതും പിന്നാലെ വിവാദ പരാമർശം നടത്തിയതും ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പരാമർശം നടത്തിയ ഉടൻ തന്നെ താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദയനിധി വഴുതി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തമിഴ്നാട്ടിലും ആകെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉദയനിധിയുടെ ഈ പരാമർശം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.